ചേട്ടാ, അപ്പൊ നേമത്ത് ശിവൻകുട്ടി പരാജയപ്പെടുമോ? പാർട്ടിയിലെ ഉള്ളിൽ തന്നെ ഒരുപാട് ഭിന്നതകൾ ഉണ്ടായിരുന്നോ അപ്പോ? അങ്ങനെ നേമത്ത് ശിവൻകുട്ടി പരാജയപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല പ്രവർത്തനം നമ്മൾ നേമമണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ ശിവൻകുട്ടി ജയിക്കും നേമത്തിൽ. അല്ല, അപ്പൊ ആ ഒരു വോയിസ് ക്ലിപ്പിൽ വ്യക്തമായത് ഒരു പാർട്ടിക്കുള്ളിലെ ആ ഒരു പൊരുത്തക്കേടുകളല്ലേ? വോയിസ് മെസ്സേജിൽ അതുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്. വോയിസ് മെസ്സേജിൽ ഞാൻ 20 മിനിറ്റ് ഒരാളുമായി സംസാരിച്ചതിന് അവര് അതിനെ എഡിറ്റ് ചെയ്ത് 1.5 മിനിറ്റ് ആക്കിക്കൊണ്ടുള്ള വോയിസ് മെസ്സേജാണ് ഈ വെളിയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഞാൻ ഇപ്പോൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ഇവിടെ അമ്പലത്ര ഒരു കൗൺസിലറെ അടിച്ചു എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വോയിസ് മെസ്സേജാണ്. കാര്യം അതുമായി ബന്ധപ്പെട്ട് BJP RSS എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു അക്രമം ഉണ്ടാവാൻ പാടില്ല. അക്രമം ഉണ്ടായാൽ അത് LDFനാണ് നഷ്ടം. അത് ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ നടത്തിയ ഒരു 20 മിനിറ്റ് നടത്തിയതിന്റെ ഒരു വോയിസ് മെസ്സേജിന്റെ ഒരു 1.5 മിനിറ്റായി ചുരുക്കി നമ്മളെ പാർട്ടിക്കകത്തുള്ള വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ പുറത്തു വന്നത്. അപ്പോ വിഭാഗീയത ശക്തമാണോ ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ? പാർട്ടിക്കകത്ത് ശക്തമായ വിഭാഗീയതയുണ്ട്. അതിന്റെ പേരിലാണല്ലോ എനിക്ക് പാർട്ടി എൻ്റെ വിശദീകരണം പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു നടപടി എന്നുള്ളത് ഞാൻ മാധ്യമത്തിലൂടെ അറിഞ്ഞത്. സാധാരണ പാർട്ടി ഭരണഘടന അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു സഖാവിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് വിശദീകരണം ചോദിക്കും. വിശദീകരണത്തിന് ശേഷമാണ് നടപടി വരണം. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ സമയം വരെ. എനിക്ക് വിശദീകരണം ചോദിച്ചിട്ടില്ല. എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞും കൂടാ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ വോട്ടെണ്ണുമ്പോൾ വിഭാഗീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അമ്പലത്ര വാർഡിലാണ് ഞാൻ പ്രവർത്തിച്ചത്. ആ അമ്പലത്ര വാർഡിൽ നോക്കുമ്പോൾ വോട്ടെണ്ണിയതിന് ശേഷം അറിയാമെന്ന് പറഞ്ഞു. അമ്പലത്ര വാർഡിൽ BJP ആണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചെങ്കിലും ഇപ്പോൾ ശിവൻകുട്ടി സാഹിബിനെ ലീഡ് ചെയ്യിപ്പിക്കുന്ന ജോലി എനിക്കുള്ളതാണ്. അത് ഇവിടെ ഉണ്ടാവും. അപ്പോ ചേട്ടനെ കേൾക്കാൻ എന്തുകൊണ്ടായിരിക്കും പാർട്ടി നേതൃത്വം തയ്യാറാകാത്തത്? അത് എനിക്ക് ഇതുവരെ പിടിയില്ല. കാരണം വെച്ചാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇരുന്ന് ഇങ്ങനെ നടപടിക്ക് വിധേയനാക്കിയെന്ന് പറയുന്നു. സാധാരണ പാർട്ടി ഭരണഘടന അനുസരിച്ച് സെക്രട്ടറിയൊക്കെ ഇരിക്കുമ്പോൾ വിശദീകരണം ചോദിക്കാനേ പറയുള്ളൂ. വിശദീകരണം ചോദിച്ചതിന് ശേഷമാണ് അതിന് തൃപ്തികരമല്ലെങ്കിൽ മാത്രമാണ് നടപടി പാർട്ടി ഭരണഘടന അനുസരിച്ച് എടുക്കേണ്ടത്. പിന്നെ ഇത് ഈ നിയമത്ത് എല്ലാം കുറച്ച് വിഷയങ്ങൾ നേരത്തെ മുതലേ ഇങ്ങനെ ഉണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു ജില്ലാ കൗൺസിൽ അംഗം സുജിത്ത് എന്ന് പറഞ്ഞ സഖാവും BJP ആയിട്ട് ചേർന്ന് നമ്മളെ തോൽപ്പിക്കുന്ന ഒരു പരാതിയൊക്കെ ഇങ്ങനെ 4-5 പരാതികൾ മണ്ഡലത്തിൽ കിടപ്പുണ്ട്. പക്ഷെ അത് എടുത്താൽ പല DC മെമ്പറുടെ പേരിലും നടപടി വരുമെന്നുള്ളത് കൊണ്ട് അവര് ഇതിനെ മാറ്റി ഇങ്ങനെ ഒരു സംഭവത്തിൽ കൊണ്ട് എത്തിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്നും. അപ്പൊ ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഈ CPM BJP ഡീൽ എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാണോ? അപ്പോ അങ്ങനെ ഈ നിയമമണ്ഡലത്തിൽ അങ്ങനെ ഒരു ഡീലിംഗ് നടന്നിട്ടില്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ മണ്ഡലത്തിനകത്തുള്ള ആളും പ്രധാനമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉള്ള ആളായതുകൊണ്ട് നിയമമണ്ഡലത്തിൽ 3 മുന്നണികളും അവരുടെ ശക്തിക്ക് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നടന്നതും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഡീലൊന്നും ആരുമായിട്ട് തമ്മിലില്ല. ഒരു ഡീലുമില്ല. ഇവിടെ LDF-ന്റെ ശക്തി കാണിച്ചു, BJP-യുടെ ശക്തി കാണിച്ചു, UDF-ന്റെ ശക്തി കാണിച്ചു എന്നല്ലാതെ നിയമത്ത് അങ്ങനെ ഒരു ഡീലിംഗ് ഈ ചാനലുകളിൽ കേരളത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു ഡീലിംഗ് നിയമത്തില്ല. അത് 100% ഉറപ്പാണ്. ഇതിപ്പോ ശിവൻകുട്ടിയുടെ വിജയത്തിന് ഇതൊരു ബാക്ക് ഡ്രോപ്പ് ആകുമോ? ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അവർ എഡിറ്റ് ചെയ്തിട്ടാണ് നടത്തിയതെങ്കിൽ പോലും ഇതൊരു ബാക്ക് ഡ്രോപ്പ് ആകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അത് അവർക്ക് യഥാർത്ഥത്തിൽ CPM-നും ശിവൻകുട്ടി സാഹിബിനൊക്കെ ഇതറിയാം, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച്. അതുകൊണ്ട് അവരിതുവരെയും ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് അവരുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കരമന ഹരിയാണ്. ആ ഹരി ഇതുവരെ പരാതി പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ഇത് നടന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതിനകത്തുള്ള കുറെ വിഭാഗീയ പ്രവർത്തനങ്ങളും ചില ആളുകളും ചില മറ്റു കാര്യങ്ങളിൽ എന്നെ കിട്ടാത്തതുകൊണ്ട് ഇതിൽ കൊണ്ടൊന്ന് കുരുക്കി എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം. പക്ഷെ അവരുടെ അജണ്ട നടപ്പാക്കാനായില്ലേ? ഇപ്പൊ ചേട്ടനെ പാർട്ടി വിശദീകരണം പോലും ചോദിച്ചില്ല. അപ്പൊ അവരുടെ അജണ്ട അവര് കൃത്യമായിട്ട് നടപ്പാക്കി അല്ലേ? അവര് അങ്ങനെ ഒരു മനസ്സിൽ ഉണ്ടായിരുന്ന ചില എല്ലാവർക്കും ഇതിലകത്തില്ല. പാർട്ടിക്കകത്ത് എല്ലാവരും അങ്ങനെ കുഴപ്പക്കാരല്ല. ചില ആളുകൾക്ക് എന്നെ ഒഴിവാക്കിക്കൊണ്ട് ചില വിഷയങ്ങൾ നടപ്പിലാക്കാറുണ്ട്. അതിനുവേണ്ടി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിയിൽ തന്നെയുള്ള വ്യക്തികളാണോ അവരൊക്കെ?
പാർട്ടിക്കകത്ത് ഞാൻ അത് പറഞ്ഞില്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സ്വന്തം സ്ഥാനാർത്ഥിയെ, CPIയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ CPIയുടെ സുജിത്ത് എന്ന് പറയുന്ന ഒരു ജില്ലാ കൗൺസിൽ അംഗം പരസ്യമായി BJPക്കാരുമായിട്ട് ചങ്ങാത്തം നടത്തിയാണ് നമ്മളിവിടെ തോറ്റത്. അങ്ങനെ ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു. പക്ഷെ അവരെക്കെതിരെ ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് മാസങ്ങളായിട്ട് യാതൊരു നടപടി എടുത്തിട്ടില്ല. കത്ത് പോലും ചർച്ച ചെയ്യാൻ വേണ്ടി ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ആ കത്തൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ പല ആളുകളും ഈ പറഞ്ഞ പോലെ നടപടിക്ക് വിധേയനായിട്ട് വരും. അപ്പൊ എന്നെ മാറ്റി നിർത്തിയാൽ ആ കത്ത് ഞാനില്ലാതെ എടുക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതാവുമല്ലോ. അതായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അങ്ങനെ ഒരു നടപടി എടുക്കാത്തത്? പാർട്ടി ഇങ്ങനെ അവർ BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടും അവർക്കെതിരെ ഒന്നും നടപടി എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? അത് ഈ ഇവിടുത്തെ മണ്ഡലത്തിന്റെ സെക്രട്ടറിയും ഇവരും എല്ലാം കൂടെ ഒരു കോക്കസ് ഉണ്ട്, പുതിയ തലമുറയിലെ ഒരു കോക്കസ്. അവര് ഞാൻ പറഞ്ഞാൽ വൈകിട്ട കോക്കസ്. അതിന് പിന്നെ ചുക്കാൻ പിടിക്കുന്നതിലേക്ക് വേണ്ടി ആയിരിക്കും ഇങ്ങനെ നടപടിയും. ഈ കത്ത് മാത്രമല്ല, പല കത്തുകളും ഉണ്ട്. സാധാരണ പാർട്ടി സംവിധാനം അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഒരു കത്ത് കൊടുത്താൽ അടുത്ത പറഞ്ഞ കമ്മിറ്റിയിൽ ആ കത്തെടുക്കും, അത് ചർച്ച ചെയ്യും, ശരിയായാലും തെറ്റായാലും അതെന്താണെന്നുള്ള പരിശോധിക്കും. പക്ഷെ ഇത് മാസങ്ങളോളമായി കത്തുകളെ കൂമ്പാരമാണ്. പുതിയ മണ്ഡലം സെക്രട്ടറി വന്നതിന് ശേഷം ആളുകളുടെ നിന്ന് കത്ത് എഴുതി വാങ്ങിക്കുകയാണ്. വ്യാജ കത്ത് വരെ എഴുതി വാങ്ങിച്ചു വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ കത്തൊക്കെ എടുക്കണമല്ലോ. അപ്പൊ ആ കത്തെടുക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്വാഭാവികമായി അത് ചോദിക്കും, അതിന്റെ നടപടി ക്രമങ്ങൾ. അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും തൽക്കാലം എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ ഇതൊക്കെ കത്തെടുക്കാന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. എനിക്കറിയില്ല എന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്താണ് ഒരു വിശദീകരണം പോലും തരാതെ എന്നെ നടപടി എടുത്തു എന്ന് ഞാൻ ചാനൽ വഴിയാണ് അറിഞ്ഞത്. എനിക്ക് ഈ സമയം നമ്മൾ സംസാരിക്കുന്ന സമയത്തും എനിക്കിതൊരു വിശദീകരണ കത്തോ മറ്റോ യാതൊന്നും തന്നിട്ടില്ല. അങ്ങനെ എന്ത് ആണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു പിടിയും നിലവിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്കും അറിയാന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടല്ലേ BJPക്കും CPMന്റെ ഇടയിൽ? വലിയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? CPMന്റെ ഇടയിലല്ല. ഞാൻ CPMനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ CPI ആണല്ലോ. ഞാൻ CPIയെ കുറിച്ചാണ് പറഞ്ഞത്. CPIക്കകത്ത് ചില പുതിയ തലമുറ വന്ന് കുറെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ല. എല്ലാവരും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPI നല്ല പാർട്ടിയാണല്ലോ. CPIക്കകത്തുള്ള കുറച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കുറെ പ്രവർത്തനങ്ങൾ നിയമമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ ഫൈറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിനെയൊക്കെ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും, ഞാൻ 40 വർഷമായി ഈ പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പേരിൽ യാതൊരു അഴിമതി കേസോ മറ്റൊരു കേസും ഇതുവരെ ആരോപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പാർട്ടിക്ക്. കാര്യം ഞാൻ അങ്ങനെ അല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ നോക്കിയിരുന്ന് എന്തെങ്കിലും കിട്ടിയതിനെ വെച്ചിട്ട് അങ്ങ് നടപടി എടുക്കും പോലെ അങ്ങനെ ഒരു നടപടിയാണ്. പക്ഷെ ആ നടപടി കൺട്രോൾ കമ്മീഷനിലൊക്കെ പോയാൽ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സഖാവിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് നടപടി എടുക്കാൻ പാർട്ടി ഭരണഘടന പറയുന്നത്. അപ്പൊ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ്. അതിനെ ഞാൻ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യും. അപ്പോ ശിവൻകുട്ടി സഖാവിന് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, ശിവൻകുട്ടി സഖാവ് നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത അമ്പലത്തറ വാർഡ്, ഒരു വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത് അമ്പലത്തറ ആണല്ലോ. ആ അമ്പലത്തറ വാർഡില് ശിവൻകുട്ടി സഖാവിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. അതിന് ഞാൻ 4-ാം തീയതി ഞാൻ എല്ലാവരും ചോദിച്ചത് പറഞ്ഞു, 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ സത്യം നടന്ന സംഭവം. ഞാനൊരു അടി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ശബ്ദരേഖ ഞാൻ 20 മിനിറ്റ് ഒരു പയ്യനുമായിട്ട് സംസാരിച്ചത്. പക്ഷെ അതിനെ ഈ നമ്മളെ പാർട്ടിയിലുള്ളവർ തന്നെ വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് 1.5 മിനിറ്റായി എഡിറ്റ് ചെയ്താണ് ഈ ചാനലിലേക്കും മറ്റ് കൊടുത്തത്. അതിനെതിരെ ഞാൻ നിയമ നടപടിക്ക് പോയിട്ടുണ്ട്. ആ നിയമ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്.